ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറുകളും ഗുരുതരമായ ക്രമക്കേടുകളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചും മുന്നൊരുക്കങ്ങളെക്കുറിച്ചുമുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ജനാധിപത്യ പ്രക്രിയയുടെ നട്ടെല്ലായ വോട്ടെടുപ്പ് ദിനത്തിൽ മെഷീൻ മാറ്റി വെച്ചതുൾപ്പെടെയുള്ള ഗുരുതരമായ പിഴവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നടന്ന സംഭവം തിരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ അലംഭാവത്തിന്റെ വ്യക്തമായ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. പത്തനാപുരത്തെ പട്ടാഴി പാണ്ടിത്തിട ഗവൺമെന്റ് LPS ബൂത്തിൽ യഥാർത്ഥത്തിൽ എത്തിക്കേണ്ടിയിരുന്നത് നടുത്തേരി ബ്ലോക്ക് ഡിവിഷന്റെ വോട്ടിംഗ് മെഷീൻ ആയിരുന്നു. എന്നാൽ ഇതിനു പകരം അവിടെ എത്തിയത് തലവൂർ ഡിവിഷന്റെ വോട്ടിംഗ് മെഷീൻ ആയിരുന്നു. രണ്ട് വ്യത്യസ്ത ഡിവിഷനുകൾക്കായി ഉപയോഗിക്കേണ്ട വോട്ടിംഗ് യന്ത്രങ്ങൾ മാറിപ്പോയത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് മെഷീനുകൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പാക്കുന്നതിനുള്ള അലംഭാവമാണ് ഈ പിഴവിന് കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇത്തരം പിഴവുകൾ ആ ഡിവിഷനിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. വോട്ടെടുപ്പ് ആരംഭിച്ച ശേഷമാണ് ഈ ഗുരുതരമായ പിഴവ് ശ്രദ്ധയിൽപ്പെട്ടതെന്നതും എത്ര വോട്ടുകൾ കൃത്യമല്ലാത്ത മെഷീനിൽ രേഖപ്പെടുത്തി എന്നതിനെ കുറിച്ചുള്ള അവ്യക്തതയും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മെഷീനുകൾ മാറിപ്പോയതിന്റെ ഞെട്ടൽ മാറും മുമ്പ് തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും EVM തകരാറുകൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടാനും തുടങ്ങി. വോട്ടെടുപ്പ് സുഗമമായി നടക്കേണ്ട സുപ്രധാന ദിവസം തന്നെ ഇത്തരം സാങ്കേതിക തകരാറുകൾ ഉണ്ടാകുന്നത് വോട്ടർമാരെ നിരാശപ്പെടുത്തുകയും പോളിംഗ് സമയം നീണ്ടുപോകാൻ കാരണമാവുകയും ചെയ്തു. കൊല്ലം കോർപ്പറേഷനിലെ ഭരണിക്കാവ് ഡിവിഷൻ 1-ാം നമ്പർ ബൂത്തിലാണ് ആദ്യം വോട്ടിംഗ് മെഷീൻ തകരാറിലായതായി റിപ്പോർട്ട് ചെയ്തത്. വോട്ടെടുപ്പ് ആരംഭിച്ചതിന് പിന്നാലെ തന്നെ മെഷീൻ പ്രവർത്തിക്കാതെ വന്നതോടെ വോട്ടർമാർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. സാങ്കേതിക വിദഗ്ധരെ തകരാറ് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അടിയന്തരമായി ആരംഭിച്ചെങ്കിലും ഇത് വോട്ടെടുപ്പിന്റെ സമയക്രമത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലയിലും സമാനമായ രീതിയിൽ വ്യാപകമായ EVM തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 13-ാം വാർഡ് ബൂത്ത് 1-ലും വോട്ടിംഗ് മെഷീന് തകരാറ് സംഭവിച്ചു. മലയോര മേഖലയായതിനാൽ വോട്ടർമാർക്ക് കൃത്യസമയത്ത് ബൂത്തിലെത്താൻ കഷ്ടപ്പെടേണ്ടി വരുന്നതിനിടയിൽ യന്ത്ര തകരാർ കൂടിയായത് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി. കൂടാതെ വണ്ടിപ്പെരിയാറിലും തങ്കമണിയിലും സമാനമായ പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ രണ്ട് സ്ഥലങ്ങളിലും ഉടൻ തന്നെ തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആരംഭിച്ചു. ഇടുക്കിയിലെ തന്നെ നെടുങ്കണ്ടം പഞ്ചായത്തിലെ 14-ാം വാർഡ് തൂക്കുപാലം SNDP ഹാളിലും വോട്ടിംഗ് യന്ത്ര തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മേഖലയിൽ മാത്രം ഒന്നിലധികം ബൂത്തുകളിൽ യന്ത്ര തകരാറുകൾ ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് മെഷീനുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൽ കമ്മീഷന് വീഴ്ച സംഭവിച്ചു എന്നതിന്റെ സൂചനയാണ് സൂചിപ്പിക്കുന്നത്. വോട്ടിംഗ് മെഷീൻ തകരാറിലാവുന്നതിന് വോട്ടർമാരുടെ പോളിംഗ് ശതമാനത്തെ പോലും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ദീർഘനേരം കാത്തു നിൽക്കേണ്ടി വരുന്നത് പല വോട്ടർമാരെയും വോട്ട് ചെയ്യാതെ തിരികെ പോകാനും പ്രേരിപ്പിക്കും. പ്രത്യേകിച്ചും തിരക്കൊഴിവാക്കി ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇത് ജനാധിപത്യ പ്രക്രിയയിൽ സാധാരണ പൗരന്മാർക്കുള്ള വിശ്വാസം കുറയ്ക്കുന്നതിനും കാരണമാകും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇത്രയധികം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടും വോട്ടിംഗ് യന്ത്രങ്ങൾ മാറിപ്പോവുകയും വ്യാപകമായി തകരാറുകൾ സംഭവിക്കുകയും ചെയ്തത് തികച്ചും അസ്വീകാര്യമായ ഒരു അവസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മെഷീനുകൾ കൈകാര്യം ചെയ്യുന്നതിനും അവ അതത് ഡിവിഷനുകളിലേക്ക് എത്തിക്കുന്നതിലും കൃത്യമായി പരിശോധിക്കുന്നതിലും വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്. കൂടാതെ ഉപയോഗശൂന്യമായതോ പഴക്കം ചെന്നതോ ആയ വോട്ടിംഗ് മെഷീനുകൾ തിരഞ്ഞെടുപ്പിനായി വിതരണം ചെയ്തു എന്ന സംശയവും ഉയരുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും തകരാറുകൾ സംഭവിച്ച ബൂത്തുകളിലും മെഷീനുകൾ മാറിപ്പോയ സ്ഥലങ്ങളിലും കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വോട്ടെടുപ്പ് തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ നഷ്ടപ്പെട്ട സമയം കണക്കിലെടുത്ത് പോളിംഗ് സമയം നീട്ടി നൽകുന്നതിനെ കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട്. വോട്ടിംഗ് മെഷീനുകൾ മാറിപ്പോയ പത്തനാപുരത്തെ സംഭവത്തിൽ ആ ഡിവിഷനിലെ വോട്ടുകൾക്ക് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താനുള്ള സാധ്യതകളും നിയമപരമായി പരിശോധിക്കേണ്ടി വന്നേക്കാം. മൊത്തത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇത്തരം വീഴ്ചകൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ഗൗരവമായ പുനർവിചിന്തനം ആവശ്യപ്പെടുന്നു. ജനാധിപത്യത്തിന്റെ ഈ ഉത്സവം സാങ്കേതിക തകരാറുകളാലോ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാലോ മങ്ങലേൽക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ്.